നമസ്കാരം. മുനമ്പം വഖഫ് ഭൂമി കേസിൽ കേരള ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ സംസ്ഥാന സർക്കാരിനും തിരിച്ചടിയാകുന്നതാണ്. നിലവിൽ വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയാണ് സർക്കാർ ചെയ്തത്. ഈ നിയമനത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ് കേരള ഹൈക്കോടതി. ഇതോടെ മുനമ്പം വിഷയത്തിലെ പ്രശ്നപരിഹാരം സങ്കീർണമാകാൻ സാധ്യത കൂടി. ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വഖഫ് സ്വത്തുകളിലെ ഉടമസ്ഥാവകാശവും കേന്ദ്ര സംസ്ഥാന അധികാരങ്ങളുടെ ബന്ധവും സംബന്ധിച്ച ഭാവിയിലെ നിയമ ചർച്ചകളെ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. മുൻപത്തെ 104 ഏക്കർ വഖഫ് ഭൂമിയാണെന്ന് സിവിൽ കോടതി കണ്ടെത്തിയിരുന്നു. എന്നാൽ വിഷയത്തിൽ വീണ്ടും അന്വേഷണം നടത്താൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതിന് പിന്നാലെ ഹൈക്കോടതി ഇടപെട്ട് വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ച നിയമത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വ്യക്തമാക്കി. കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്. ഹൈക്കോടതിയുടെ നിർണായക നിരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു വഖഫ് നിയമത്തിന്റെ കേന്ദ്രഭാവം എന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിന്റെ യൂണിയൻ ലിസ്റ്റ് പ്രകാരം വഖഫ് നിയമം കേന്ദ്ര നിയമമാണ്. അതിനാൽ വഖഫ് ബോർഡും ബന്ധപ്പെട്ട കാര്യങ്ങളും നേരിട്ട് കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലാണ് എന്നതായിരുന്നു കോടതി വിശദീകരണം. ഇതോടെ കേന്ദ്ര സർക്കാർ ബില്ല് പാസാക്കിയാൽ മാത്രമേ വിഷയത്തിൽ പരിഹാരമാകൂ എന്ന് കരുതേണ്ടി വരും. ഇന്ത്യൻ വഖഫ് ആക്ട് 1995 പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. ഇത് ഇന്ത്യയിൽ ഒരുപോലെ പ്രാബല്യമുള്ളതാണ്. സംസ്ഥാന തലത്തിൽ വഖഫ് ബോർഡുകൾ സ്ഥാപിക്കാനുള്ള വ്യവസ്ഥകൾ ഉണ്ടെങ്കിലും അവയുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ചട്ടക്കൂടിനുള്ളിലാണ്. നിയമത്തിന്റെ സെക്ഷൻ 9 പ്രകാരം വഖഫ് ബോർഡുകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകാൻ കഴിയുന്നുവെന്നും സംസ്ഥാന സർക്കാരിന് അതിലുടനീളം അധികാരമില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. ഇതോടെ കേന്ദ്രത്തിനാണ് വിഷയത്തിൽ സമഗ്രമായ ഇടപെടലിന് സാധിക്കുക. സംസ്ഥാന സർക്കാരിന്റെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിലെ നിയമവിരുദ്ധതയും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. മുനമ്പം വഖഫ് ഭൂമി കേസിൽ വീണ്ടും അന്വേഷണം നടത്താൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിനെ ഹൈക്കോടതി തെറ്റായ നടപടിയായി വിലയിരുത്തിയിട്ടുണ്ട്. സിവിൽ കോടതി ഇതിനകം തന്നെ ഭൂമിയെ വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ചതിനാൽ ആ തീരുമാനത്തിൽ ഏതുതരം മാറ്റങ്ങളും ഒരു ഉന്നത കോടതിയിലൂടെ മാത്രമേ സാധ്യമാകൂ. ന്യായസങ്കേതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ച നടപടി അനാവശ്യവും നിയമവിരുദ്ധമാണെന്നും ഇത് പ്രക്രിയാ സമത്വം സൃഷ്ടിക്കുന്നതാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇതോടെ ഇനി കമ്മീഷന്റെ കണ്ടെത്തലുകൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. ഹൈക്കോടതിയുടെ ഇടക്കാല വിധി വഖഫ് സ്വത്തുകളിലെ നിയമപരമായ അവകാശങ്ങളിൽ നിർണായകമായ വിഷയങ്ങൾ ഉന്നയിച്ചുവെങ്കിലും അന്തിമവാദങ്ങൾ കേൾക്കാനായി കോടതി നടപടികൾ തുടരുകയാണ്. ഈ കേസിലെ അന്തിമവിധി വഖഫ് സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ രാജ്യവ്യാപകമായി മറ്റു കോടതികളുടെ വിധിയെയും സ്വാധീനിക്കും. ഹൈക്കോടതി നിരീക്ഷണങ്ങൾ വഖഫ് നിയമത്തിന്റെ കേന്ദ്ര പ്രാധാന്യത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. കേന്ദ്ര നിയമങ്ങൾ വഖഫ് സ്വത്തുകളിലെ എല്ലാ ചട്ടക്കൂടിനും മുൻഗണന നൽകുമെന്ന് കോടതി വ്യക്തമാക്കിയതോടെ കേന്ദ്ര സംസ്ഥാന ഇടപെടലുകൾക്കിടയിലെ ആശയക്കുഴപ്പങ്ങൾ മാറും. സിവിൽ കോടതി നൽകിയ വിധി ഒരു ഉയർന്ന കോടതി വഴി മാത്രമേ മാറ്റാൻ കഴിയൂ എന്ന് വ്യക്തമാക്കിയാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനത്തെ ഹൈക്കോടതി ചോദ്യം ചെയ്തത്. ഇത് നിയമത്തിന്റെ നിയന്ത്രിത സംവിധാനത്തെ കരുത്തുറ്റതാക്കും. ഈ കേസിലെ നിരീക്ഷണങ്ങൾ മറ്റൊരു വഖഫ് സ്വത്ത് കേസിലും ഇന്ത്യൻ നിയമത്തിനുള്ള ചട്ടക്കൂടുകൾ എങ്ങനെ പ്രായോഗികമാക്കുമെന്നതിന് മാർഗരേഖ നൽകും. മുനമ്പം വഖഫ് ഭൂമി കേസിലെ ഹൈക്കോടതി വിധി നിയമസംരക്ഷണത്തിനും ന്യായപരമായ പ്രക്രിയകൾക്കും നൽകുന്ന മുൻഗണന തെളിയിക്കുന്നതാണ്. ഇതുപോലുള്ള കേസുകളിൽ കോടതി ഇടപെടലിന്റെ ഗൗരവം ചൂണ്ടിക്കാണിക്കുകയും നിയമപരമായ വ്യക്തത കൈവരിക്കുകയും ചെയ്യുന്ന ഈ വിധി ഭാവിയിലെ വഖഫ് സ്വത്ത് സംബന്ധമായ നിയമസമവായങ്ങൾക്കും മാർഗദർശനമാകും. അതേസമയം മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ചെയർമാനായ കമ്മീഷന്റെ ഹിയറിംഗ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. മുനമ്പത്തെ 404.76 ഏക്കർ ഭൂമി വഖഫാണെന്ന നിലപാടിൽ ഉറച്ചാണ് വഖഫ് ബോർഡും വഖഫ് സംരക്ഷണ സമിതിയും വ്യാഴാഴ്ച നടന്ന അവസാന ഹിയറിംഗിൽ വാദം ഉന്നയിച്ചത്. കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിലും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. റീസർവേ നടത്തി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണമെന്നും വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടു. ഭൂമി വിറ്റ ഫാറൂഖ് കോളേജിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന നിലപാട് വഖഫ് ബോർഡ് ആവർത്തിച്ചു. 1967 പറവൂർ സബ് കോടതി മുമ്പാകെ 4 തവണ വഖഫ് ആണെന്ന് സത്യവാങ്മൂലം നൽകിയ ഫാറൂഖ് കോളേജ് അധികൃതർ ഇപ്പോൾ മാറ്റി പറയുന്നത് ഭൂമി വിൽപ്പന സാധൂകരിക്കാൻ മാത്രമാണെന്ന് ദക്ഷിണ കേരള ജമഇയ്യത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി കമ്മീഷന് മുമ്പാകെ പറഞ്ഞു. മെക്ക, കണയന്നൂർ താലൂക്ക് മുസ്ലിം ജമാഅത്തെ കൗൺസിൽ, ഫോറം ഫോർ വഖഫ് പ്രൊട്ടക്ഷൻ എന്നിവർക്ക് വേണ്ടി അഭിഭാഷകരായ A. മുഹമ്മദ്, MM അലിയാർ, EM ഇബ്രാഹിം, TP അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ കമ്മീഷന് മുന്നിൽ ഹാജരായി. ജമാഅത്ത് ഫെഡറേഷന് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൽ അസീസ് മൗലവി, വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് സക്കീർ ഈരാറ്റുപേട്ട, ലീഗൽ ഫോറം സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് കുറ്റികൾ ഷാനവാസ്, പാങ്ങോട് കമറുദ്ദീൻ മൗലവി, VH മുഹമ്മദ് മൗലവി, MB അബ്ദുൽ ഖാദർ മൗലവി, MM ജലീൽ പുനലൂർ തുടങ്ങിയവരും കമ്മീഷന് തെളിവുകൾ കൈമാറി.